പണ്ടുണ്ടല്ലോ, പണ്ട് ഞാൻ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, അപ്പൊ ഞാനിങ്ങനെ സാലറി കിട്ടിയിട്ടാകുമ്പോ 1 കിലോ ചെമ്മീൻ മേടിച്ചു. ഞാനൊന്ന് സൂം ആക്കി കാണിച്ചു തരാം. ഇതിങ്ങനെ കിട്ടുന്നു. നമ്മൾ എന്ത് ടേസ്റ്റാന്നറിയോ? നമ്മള് ആ സ്കിന്ന് വലിക്കുമ്പം, ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നില്ല. ഇവിടെ ഉണ്ടാവുമ്പോ ഇങ്ങനെയാണ് കഴിക്കുക. പണ്ട് ഞാൻ ഇങ്ങനെ ആക്കലുണ്ടായിരുന്നു. ഇതാ, നിങ്ങൾ ആക്കിയിട്ടുണ്ടോ ചെറുപ്പത്തില്? ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ കുക്ക് ചെയ്യുന്നതും ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് ബസ്സാണ്. ഇതിന് മുന്നിൽ 2 നില ബസ് പോയിട്ടുണ്ടായി, നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഇത് കണ്ടില്ലേ, പഴയ ബിൽഡിംഗ് ആണ്. പണ്ടത്തെ പഴയ കുറച്ച് പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു മോഡല്. അങ്ങനെ ടൗണിലേക്ക് പോവാണ്. പിന്നെ നമ്മളെ ബസ്സിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ പിന്നെ കണ്ടക്ടറൊന്നും ഉണ്ടാവില്ല പൈസ വാങ്ങാനൊന്നും. നമ്മളിതേ ആ കാണുന്ന മെഷീനിൽ നമ്മളെ ഫോണിലുള്ള ഒരു ആപ്പ് കാണിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാർഡ്. അപ്പം ഞാൻ ബസ് ഇറങ്ങിയിട്ട് നടക്കാൻ പോവാണ്. ഇതേ ചില കാര്യങ്ങൾ നടത്തത്തിൻ്റെ ഇടയിൽ നിങ്ങളെ കാണിക്കാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ ഫസ്റ്റ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒറ്റക്ക്, അതാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. നമ്മളിന്ന് കണ്ണൂർ ഭാഷ പറഞ്ഞായതാണ്. അപ്പോൾ ആദ്യം ഞാൻ പോയത് ആട്ടിറച്ചി മേടിക്കാനാണ്. ആട്ടിറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്രയും ദൂരം താണ്ടി വന്നത് നല്ല ഫ്രഷ് സാധനം കിട്ടാനായിരുന്നു. ആട്ടിറച്ചി വാങ്ങിക്കഴിച്ച് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ നിന്ന് നല്ല മഷ്റൂം, നമ്മളെ കൂണില്ലേ, ആ കൂണ് വാങ്ങി 2 പാക്കറ്റ് വാങ്ങി. കൂണ് എനിക്ക് പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. ഈ കൂണ് ഞാൻ നാട്ടിലങ്ങനെ കണ്ടിട്ട. പിന്നെ വല്ലപ്പോഴും മധുരമാകാന്ന് കരുതിയിട്ട് 2 ചെറിയ കേക്ക് മേടിച്ചു, ചോക്ലേറ്റ് ഫ്ലേവറാണ്. പിന്നെ ഇതേ നമ്മളെ സ്പെഷ്യൽ വേവിച്ച പ്രോൺസ്, അതായത് ചെമ്മീൻ വേവിച്ചത്. ഞാനിത് ഒന്നുകൂടെ പറയുന്നത്, ഇതിവിടെ വേവിച്ചിട്ടേ കിട്ടുള്ളൂ, പച്ച കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യാം. പിന്നെ എനിക്കിങ്ങനെ ഹാർഡായിട്ടുള്ള, അതായത് അധികം മധുരമില്ലാത്ത ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് അതും മേടിച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്തു. പക്ഷേ നാട്ടിലൊരു 2000 ഉറുപ്പ്യേൻ്റെ അടുത്ത് ആകെ ഒരു 5-6 സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഞാനിപ്പോൾ അവിടെ ഒറ്റക്കാണ്. എൻ്റെ ഫ്രണ്ട് ഇറ്റലിയിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ കുക്കിങ് അല്ലെങ്കിൽ എൻ്റെ ഫുഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പം ഞാൻ ആകെ എന്താ പറയുക, എന്തൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ തീരുമാനിച്ചു. ഇവിടെ അങ്ങനെ ഡെയിലി കുക്കിങ് ചെയ്യൂല, നമ്മൾ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളെ, അതൊക്കെ കാണുമ്പോൾ എനിക്ക് വയലുവെള്ളം വരുന്നത്, കുക്ക് ചെയ്ത ചെമ്മീൻ. ഇതിപ്പം നമുക്ക് അപ്പം തന്നെ എടുത്ത് കഴിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഈ ചെമ്മീൻ്റെ ഉള്ളിൽ വല്ല വിഷാംശം ഉണ്ടാവുമെന്നല്ല നമുക്ക് കേട്ടിട്ടില്ലേ. അപ്പം ഞാനിത് പൊതുവേ വാങ്ങിയാൽ ഇത് ഞാനൊന്ന് ചൂടാക്കും. അയ്യോ, അതിൻ്റെ ഇടയിൽ ബില്ല് കിട്ടിപ്പോയി. പിന്നെ ഞാൻ ചൂടാക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുമുണ്ട്, എന്നെ വിശന്ന് കുടലേരിയെന്ന്. എന്നാലും ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെ വിചാരിച്ചു. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം നമ്മളെ ഹെർബൽ ആയിട്ടുള്ള ഒരു ഉപ്പുണ്ട്. ആ ഉപ്പ് എന്നോട് എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് പറഞ്ഞു, നമ്മളെ സാധാ ഉപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്യരുതെന്ന്. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ നല്ല സാധനങ്ങൾ, പൊടികൾ അങ്ങനത്തെ എല്ലാം നമ്മൾ ഒന്നിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അടുപ്പത്താകുമ്പോഴത്തേക്ക് ഞാൻ കുളിക്കാൻ്റെ സാധനങ്ങളൊന്ന് റെഡിയാക്കി വെക്കാൻ പോയി. കാരണം കുളിച്ച് കഴിഞ്ഞാലും കഴിക്കണമല്ലോ. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് അതൊന്ന് അവിടെ സെറ്റാക്കി വെച്ചു. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ട് ഇതിനെ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വെള്ളം കളഞ്ഞിട്ട് അത് ഫുഡ് കഴിക്കുമ്പം കഴിക്കും. പക്ഷെ ഇവിടെയുള്ളവർ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ അങ്ങനെ എടുത്തിട്ട് കഴിക്കും. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. പിന്നെ ഈ ചെമ്മീൻ്റെ ഉള്ളിൽ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നറിയാം, മുട്ട. മീനിൻ്റെ മുട്ടയൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ചെമ്മീനുള്ള മുട്ട ഞാൻ ഈ നാട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നാവിൽ കൊതിയൂറി ഞാൻ മറ്റെല്ലാം കുക്ക് ചെയ്തിട്ടെല്ലാം ഇരിക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്.
അപ്പോൾ ഇനി നേരെ അടുത്ത കുക്കിംഗ് ആണ്. ഇതിപ്പം സാൽമൺ ഫിഷ് ഉണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു കറി ഞാൻ ആക്കി ചെറിയ രീതിയിൽ. പിന്നെ ചോറ്, ഞാൻ ഈ ബിരിയാണി ദമ്മിടുക അങ്ങനത്തെ സംഭവമില്ല, അപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്തതാണിത് ഞാൻ. ആ കറീൻ്റെ അകത്ത് എന്ത് ചെയ്തു, ചോറ് ഇട്ടിട്ട് അതങ്ങ് ഒരു സംഭവമാക്കാൻ പോവാം. കറി കുഴച്ചിട്ട് കൈ കൊണ്ട് തിന്നാ വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിയുമ്പം കയ്യിൽ മൊത്തം ക്രീമായിരിക്കും. എത്ര കഴുകിയാലും ഒരു സ്മെല്ലുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഞാൻ ചെമ്മീൻ കൈ കൊണ്ട് പൊളിച്ച് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വൃത്തി കൈ കഴുകീന്, പക്ഷേ ചെമ്മീനെ തോല് പൊളിക്കാണ്ട് നമ്മൾ മുന്നേ തോല് പൊളിച്ച് വെക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ഇവിടെ തിന്നുമ്പം ചെയ്യുന്നതെന്ന് ഞാൻ പലതവണ കണ്ടിട്ടുള്ള, ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് കൂടെ വേണമല്ലോ വെച്ചിട്ട് വേവിച്ച വെജിറ്റബിൾസ് ഈ ഫുഡിൻ്റെ, ഈ മിക്സ് ആക്കിയ ഫുഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ദമ്മ് പോലെ ആവട്ടെ എന്നുള്ള രീതിയിൽ പോയിട്ട് കുളിച്ചു. അപ്പോൾ കുളിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ചൂടുവെള്ളമുണ്ട്, നല്ല ചൂടുവെള്ളം വരും, അതുകൊണ്ട് തണുപ്പിന് അത് ബാധിക്കില്ല. പിന്നെ ഇവിടെ വന്നിട്ട് മുടി കൊഴിച്ചിലൊന്നും ഇതുവരെ തുടങ്ങിയില്ല. നമ്മളെ നാട്ടിലെ ഹെയർ ഓയിൽ അത്രക്ക് പവർഫുള്ളാണല്ലോ, അപ്പം അത് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് മുടിയെല്ലാം അവിടെ വേരുറച്ചു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഏകദേശം എല്ലാം ആയി. നല്ലോണം വിശക്കുന്നതുകൊണ്ട് നമ്മൾ മട്ടൻ കറി വെക്കുന്നത് മാറ്റി വെച്ചു. മട്ടൻ കറി ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളിതിനെ കാണുന്നേ അറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു പച്ചില, ഈ ഇലേൻ്റെ പേരെന്താണ്, ഇവിടെ ഈ ഭാഷ ഇംഗ്ലീഷ് അല്ലാതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പേര് നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ മേശമേൽ എല്ലാം നിരത്താൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, കാൻഡിൽ ലൈറ്റ് കത്തിച്ചു. ആദ്യമായിട്ടാണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ സ്വന്തം ലൈഫിൽ അത് ഞാൻ ഒറ്റക്കായിപ്പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. ഒരു ആഗ്രഹം വന്നിട്ട് ചെയ്തതാണ്. ഇവിടെ കാൻഡിൽസ് ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഞാൻ തുടങ്ങി. പണ്ട് ഞാൻ ഇങ്ങനെ ആക്കലുണ്ടായിരുന്നു. ഇതാ, നിങ്ങളാക്കിയിട്ടുണ്ടോ ചെറുപ്പത്തിൽ? ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ഈ ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതാ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതും ഒരു സാധനം എടുക്കാൻ വിട്ടുപോയി. ഞാൻ നേരത്തെ ഉപയോഗിച്ചത് തന്നെ, ഞാൻ നേരത്തെ കേക്ക് തിന്നിട്ട് ഇവിടെ വെച്ചതാ. അപ്പൊ അപ്പൊ എൻ്റെ വെജും ഫിഷെല്ലാം ആയിട്ടുള്ള ഒരു ബിരിയാണി ടൈപ്പ് ഫുഡ്, ഇലകളുണ്ട്, പിന്നെ ചെമ്മീൻ. ഈ ചെമ്മീൻ്റെ ഉള്ളിൽ മുട്ടയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതെങ്ങനെ തിന്നുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ കുറച്ച് ഇല തിന്നട്ടെ, എനിക്ക് നല്ലോണം വിശക്കുന്നു. വിശപ്പ് വെച്ചാല് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നില്ല. ഇവിടെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് കഴിക്കുക, കുത്തി കുത്തി തിന്നും, സ്പൂൺ കൊണ്ട് കഴിക്കും. പക്ഷെ നാട്ടിലെത്തിയാല് കൈ കൊണ്ട് വാരി കുഴച്ച്. അപ്പം ചോദിക്കും ഇവിടുന്ന് എന്താ കഴിക്കാതെ. ഞാനിപ്പം കുളിച്ചതിന് ശേഷം കഴിക്കുന്ന മൊത്തം ലോഷനാണ്, കാരണം ഇവിടെ ഭയങ്കര തണുപ്പാ. ആ ലോഷൻ കഴുകിയാൽ പോകാൻ കുറച്ച് പാടാണ്, അത് നമ്മളെ വയറ്റിലേക്ക് അങ്ങ് ചെല്ലുകയും ചെയ്യും. സത്യമായിട്ട് എനിക്ക് ആരും കൊതിപ്പിക്കണം എന്നൊന്നുമില്ല, ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണിക്കുന്നത്. കുക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മളെ ചെമ്മീന്, വേവിച്ച ചെമ്മീന്. അപ്പൊ ഇത് അവിടെ ഷിപ്പിലെല്ലാം പോകുമ്പോൾ, നമ്മള് ബോട്ട് യാത്രയെല്ലാം ചെയ്യുമ്പോൾ അവിടെ അതിലുണ്ടാവും ഇത്. അതിങ്ങനെ പൊളിച്ച് ആൾക്കാരിങ്ങനെ വാങ്ങി തിന്നു. വേറെയും ഫുഡ് ഒരുപാട് ഉണ്ടാവും, എന്നാലും ഇതിനുള്ള മുട്ടയുണ്ടാവും. നമ്മളെ നാട്ടിലെ ചെമ്മീൻ്റെ ഉള്ള മുട്ട നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. അതാ കണ്ടാ, മുട്ട കണ്ടാ, തരിതരി മുട്ട കണ്ടാ ചെമ്മീൻ്റെ ഉള്ളില്. ഇത് ഇവിടെയുള്ളവർ കളയുന്നുണ്ട്, ഞാൻ കളയില്ല, ഞാൻ കഴിക്കലുണ്ട്. അപ്പൊ ഈ ചെമ്മീൻ്റെ വില എനിക്കിത് കാണുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ടൗണിൽ പോയതിന്റെ ഉദ്ദേശം, നമ്മള് ആ സ്കിന്ന് വലിക്കുമ്പം ആ മുട്ട കിട്ടും, നല്ല തരിതരിയായ മുട്ട.
നല്ല ടേസ്റ്റാണ്. നമുക്ക് എരിവും പുളിയൊന്നും ഇല്ലാത്ത ഫുഡ് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എരിവും പുളിയൊന്നും അധികം ഇല്ലാണ്ട്, ഉപ്പൊന്നും അധികം ഇല്ലാണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ആരും ഒരു ബാഡ് കമന്റ് ആയിട്ട് ഇടരുത്. ഞാൻ ഈ വേവിച്ച ഈ ചെമ്മീന് മെയിനായിട്ട് നിങ്ങളെ കാണിക്കണ്ടായി. നമ്മൾ നല്ല കറി വെച്ചിട്ടും ഫ്രൈ ആയിട്ടല്ലേ ചെയ്തിട്ടല്ലേ കഴിക്കുള്ളൂ. ഇതാ, അപ്പൊ ഇത് ഞാൻ ചെമ്മീൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ട്. തലേന്റെ ഭാഗം നമ്മൾ നുള്ളിക്കളയും. ഇതൊക്കെ ഇവിടെ ഉള്ളവർ ചെയ്യുന്ന കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇവിടെ ഉള്ളവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ കിട്ടുന്നു. നമ്മൾ എന്ത് ടേസ്റ്റാന്നറിയോ, നല്ല ടേസ്റ്റാ. ഞാനൊന്ന് സൂം ആക്കി കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടല്ലോ, എന്റെ വേവിച്ച വെഡ്ജെല്ലാം ഇതിന്റെ അടിയിലായിപ്പോയി. ചെമ്മീനിന്റെ കളറ് പറഞ്ഞാല് ഒരു ഓറഞ്ച് ടൈപ്പ് കളറാണ്. ഞാൻ മഞ്ഞപ്പൊടി ഇട്ടോണ്ടൊന്നല്ല കേട്ടോ, നമ്മൾ വാങ്ങുമ്പോഴേ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതാ നേരത്തെ പറഞ്ഞ മുട്ട, മുട്ട കണ്ടാ, ചെമ്മീൻ്റെ മുട്ട നല്ല ടേസ്റ്റാ. ഒറ്റക്ക് തിന്നുമുള്ള ഒരു സുഖം വേറെ തന്നെ, കാരണം ആർക്കും കൊടുക്കണ്ട. പണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് റിസോർട്ടിൽ സൂപ്പർവൈസറായി ജോലി ചെയ്ത സമയത്ത് എനിക്ക് റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊതി കൊണ്ട് പോയിട്ട് 1 കിലോ ചെമ്മീൻ മേടിച്ചു. എന്നിട്ട് അതിങ്ങനെ എൻ്റെ അമ്മ പൊരിച്ചിട്ട് ഇരുന്ന് ഒറ്റക്ക് തിന്ന് ആ 1 കിലോ ചെമ്മീനും. അതൊരു വല്ലാത്ത ഇതാ. പക്ഷെ അത് എനിക്ക് ആ ഒരു സ്വഭാവം കൊല്ലത്തിൽ ഒരു തവണയായിട്ടേ വരുള്ളൂ. അത് കിട്ടി തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് അടുത്ത കൊല്ലം വരെ ഞാൻ ഓക്കെയാണ്. അത് എന്തെന്നായാലും. ഇപ്പൊ ചക്ക ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഇതിനിടയിൽ ഞാൻ ചക്ക പറഞ്ഞാ ഒന്നുമല്ല, കൊല്ലത്തിൽ ഒരിക്കൽ തിന്ന ഫുഡ് പറഞ്ഞപ്പോ ഓർമ്മ വന്നോണ്ട് പറഞ്ഞാണ്. ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം ഇതാണ് വിശേഷം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ വേവിച്ച ചെമ്മീൻ കാണിക്കുക, കുക്ക് ചെയ്യുന്ന കാണിക്കുക. അപ്പൊ ഇതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ടൈം എടുക്കും. ഞാൻ പൊതുവേ ഭക്ഷണം വളരെ പതുക്കെ കഴിക്കുന്ന ഒരാളാണ്. വളരെ എല്ലാവർക്കും എന്നെ അറിയുന്നവർക്കൊക്കെ അതറിയാം. ഞാൻ മെല്ലനെ. അപ്പോൾ ഫുഡിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇതായി മഷ്റൂം ഉണ്ടാക്കാന്ന് വെച്ചാൽ കൂണ്, പിന്നെ നമ്മളെ മട്ടൻ കറിയും. മഷ്റൂം നല്ല ഫ്രഷാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ കറുത്ത പൊടികളുണ്ടാവും. നല്ല രീതിയിൽ സൂക്ഷിച്ച് വൃത്തിയാക്കണം. ഞാൻ വെജിറ്റബിൾസ് പച്ചക്ക് കിട്ടിയാൽ ഒരുവിധം എല്ലാം കഴിക്കലുണ്ട്, കയ്പൊക്കെ അടക്കം. ഈ കൂണ് എനിക്ക് കണ്ടിട്ട് എനിക്ക് നിയന്ത്രിക്കാനായില്ല, ഞാൻ പച്ചക്കന്നെ അത് കഴിച്ചു. അപ്പോൾ ഞാൻ മുറിച്ച് കഴിഞ്ഞു. അപ്പോൾ കൂണ് മുറിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് വെക്കാൻ പോവാണ്. സാധാരണ പോലെ തന്നെ നമ്മളെ ഹെർബൽ സോൾട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഹെർബൽ അതിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടു കാണും. പിന്നെ പൊടികൾ, മഞ്ഞൾപ്പൊടി എല്ലാ ഫുഡിലും ഇടും, എന്തിലും ഇടും, അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ, അധികം ഇടുന്നില്ല. പിന്നെ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളകും. അതാണ്, എനിക്ക് മുളക് പൊടി അധികം പറ്റൂല, ഇഷ്ടമല്ല, പറ്റൂല, നമ്മളെ വയറിനത് നല്ലതല്ല. അങ്ങനെ ഞാൻ മഷ്റൂം കറിയാക്കാൻ തുടങ്ങി. അതിലെ വെള്ളമെല്ലാം വറ്റിക്കണം. വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിനെ ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ എല്ലാം ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ പശു നെയ്യ് ഇട്ടിട്ട് ഗീ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക, എന്ത് വേണം ചെയ്യുക. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം മട്ടനെല്ലാം വെക്കുന്നതുകൊണ്ട് അതിലെല്ലാം കൊഴുപ്പുണ്ടല്ലോ. അപ്പോൾ ഇതാ അടുത്തത്. അപ്പോൾ മഷ്റൂം റെഡിയായി. ഇനി മട്ടൻ കറിയാണ്. ബീഫ് അത്ര ഇഷ്ടമല്ല, ചിക്കൻ ഇഷ്ടമല്ല, ഫിഷ് ഇഷ്ടമാണ്. അപ്പോൾ മട്ടൻ കറി ഈ നാട്ടിലെ സ്റ്റൈൽ തന്നെയാണ് വെക്കുന്നത്. അതിൽ ഞാൻ ക്യാരറ്റ് അരിഞ്ഞിട്ടിടുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഇതിങ്ങനെ അത് രീതിയിലെടുത്ത് കഴിക്കാം. പക്ഷേ ഞാനിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, തേങ്ങാപ്പാലാക്കിയിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ സാന്താമരിയൻ്റെ ആണ് ഇവിടെ ഫേമസ് ആണ്, സാന്താമരിയൻ്റെ ബ്രാൻഡ് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ ഇത്രയും കറിക്ക് ഒരു പാക്കറ്റ് പോരാ, 2 എണ്ണം വേണം. ഒരു ഊഹം വെച്ചെടുത്തതാണ്. അപ്പം ഞാൻ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുക്കണം.
അങ്ങനെ കുറുക്കിയതിന് ശേഷം ഞാനിതാ ഇങ്ങനെ ഒരു ഇതിലാക്കിയിട്ടാണ് ഈ മട്ടൻ കറി ഞാൻ വെച്ചിട്ടുണ്ടത്. ഇതിൽ കുറച്ച് ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കൊതിയുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അപ്പം ഞാൻ ലേറ്റായിരുന്നു ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പം എനിക്കിത് ഏകദേശം ഒരു 2-3 ദിവസത്തെ കറി ഉണ്ടാവും. അപ്പം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യുക. അതുപോലെ തന്നെ മഷ്റൂമും എല്ലാം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കും. ഇവിടെ ഫുഡൊന്നും അങ്ങനെ മോശമല്ല. അപ്പം ഇത്രയാണ് എൻ്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.